ഹയർ സെക്കൻഡറി +1 ക്ലാസ്സിലെ ഇക്കണോമിക്സ് വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമായ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തിൻ്റെ ആദ്യ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നതിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. മുൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യോത്തരങ്ങൾ തുടർച്ചയായിട്ട് 2 മാർക്കിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത്. വിശദീകരണ സ്വഭാവത്തോടുകൂടിയുള്ള കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടർന്നുള്ള വീഡിയോകളിൽ പോസ്റ്റ് ചെയ്യും. തുടർച്ചയായ വീഡിയോകൾ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ചോദ്യോത്തരങ്ങൾ കൃത്യമായി പഠിക്കുക വഴി ഉയർന്ന മാർക്ക് ഇക്കണോമിക്സ് വിഷയത്തിൽ നേടാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ചോദ്യങ്ങൾ: 1. കമൻറ്റ് ഓൺ ഇന്ത്യൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഇന്ത്യയുടെ ശിശു മരണനിരക്കിനെക്കുറിച്ചും പ്രതീക്ഷിത ആയുർദൈർഘ്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുക. ഉത്തരം: At the time of British rule, Indian infant mortality rate was very high. It was 218 per 1000. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് വളരെ ഉയർന്നതായിരുന്നു. 1218 ആയിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് വെരി ലോ. ഇറ്റ് വാസ് ജസ്റ്റ് 32 years. പ്രതീക്ഷിത ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. അത് 32 വയസ്സായിരുന്നു. ചോദ്യം 2. മെൻഷൻ ദ ഗ്രോയിങ് റീജിയണൽ വേരിയേഷൻ ഇൻ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ തൊഴിൽ ഘടനയിലുണ്ടായ പ്രാദേശികമായ വളർച്ചാ വ്യത്യാസം പറയുക. ആൻസർ: 70-75% of Indian workforce was engaged in agriculture. 70 മുതൽ 75 വരെ ഇന്ത്യൻ തൊഴിൽ ശേഷിയുടെ ശതമാനം ആളുകളും തൊഴിൽ കണ്ടെത്തിയിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു. 10% ഇൻ മാനുഫാക്ചറിങ്, 10% വ്യാവസായിക മേഖലയിലായിരുന്നു. ആൻഡ് 15-20% ഇൻ സർവീസസ്, 15 മുതൽ 20% വരെയുള്ള ആളുകൾ സേവന മേഖലയുമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ 3. സ്റ്റേറ്റ്സ് വെദർ ട്രൂ ഓർ ഫോൾസ്. ശരിയോ തെറ്റോ എന്ന് പ്രസ്താവിക്കുക. റാവുസ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ഈസ് റിഗാർഡഡ് ആസ് വെരി സിഗ്നിഫിക്കൻറ്റ്. കൊളോണിയൽ ഭരണകാലഘട്ടത്തിലെ ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള VK ഹാർവി റാവുവിൻ്റെ കണക്കെടുപ്പിനെ സവിശേഷകരമായിട്ട് ഗണിക്കപ്പെടുന്നു. ആൻസർ: ട്രൂ. ശരിയായ പ്രസ്താവനയാണിത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: ദ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മെയ്ഡ് ഇന്ത്യ ആൻ എക്സ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്: ദ ബ്രിട്ടീഷ് പോളിസി മെയ്ഡ് ഇന്ത്യ ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ്. ബ്രിട്ടീഷ് വ്യാപാര നയം ഇന്ത്യയെ പൂർണ്ണ വസ്തുക്കളുടെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായും അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചോദ്യം 4. നെയിം സം നോട്ടബിൾ എക്കണോമിസ്റ്റ്സ് who estimated India's per capita income during the colonial period. കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആളോഹരി വരുമാനം കണക്കാക്കിയ ശ്രദ്ധേയരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയുക.
ആൻസർ ദാദാബായ് നവറോജി, ഫിൻലെ ഷിറാസ്, വില്യം തിക്ബി, VKRV റാവു, RC ദേശായി. ചോദ്യം 5. നെയിം സം മോഡേൺ ഇൻഡസ്ട്രീസ് വിച്ച് വെയർ ഇൻ ഓപ്പറേഷൻ ഇൻ അവർ കൺട്രി അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആധുനിക വ്യവസായങ്ങൾ ഏതൊക്കെയെന്ന് പറയുക. ആൻസർ ദ മോഡേൺ ഇൻഡസ്ട്രീസ് വിച്ച് വെയർ ഇൻ ഓപ്പറേഷൻ ഇൻ അവർ ഇക്കോണമി അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് വെയർ 1. കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്, പരുത്തി ചണ വസ്ത്ര മില്ലുകൾ. ദ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇരുമ്പ് സ്റ്റീൽ കമ്പനികൾ. ഷുഗർ ഇൻഡസ്ട്രി, പഞ്ചസാര വ്യവസായം. സിമെൻറ്റ് ഇൻഡസ്ട്രി, സിമെൻറ്റ് വ്യവസായം. ചോദ്യം 6. വാട്ട് വാസ് ദ ടു ഫോൾഡ് മോട്ടീവ് ബിഹൈൻഡ് ദ സിസ്റ്റമാറ്റിക് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇഫക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥാപിതമായ വ്യാവസായിക വികേന്ദ്രീകരണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ആൻസർ 1. ദ പ്രൈമറി മോട്ടീവ് ഓഫ് ദ കൊളോണിയൽ ഗവൺമെൻറ് ബിഹൈൻഡ് ദ പോളിസി ഓഫ് സിസ്റ്റമാറ്റിക് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് ടു ഫോൾഡ്. 1. to turn India into a market of finished products of those industries which were established in Britain. ബ്രിട്ടനിൽ സ്ഥാപിതമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂർണ്ണ ഉൽപ്പന്നങ്ങളുടെ കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക. 2. to reduce India to a status of a mere exporter of important raw materials for the British industries. ബ്രിട്ടീഷ് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. ക്വസ്റ്റ്യൻ 7. വാട്ട് യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്. ആൻസർ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഫോർ ദ മാർക്കറ്റ് റാദർ ദാൻ ഫുഡ് ക്രോപ്സ് ഫോർ സെൽഫ് കൺസംപ്ഷൻ. സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കമ്പോളത്തിന് വേണ്ടി വാണിജ്യ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ 8. ഡിഫൈൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വികാസം നിർവചിക്കുക. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദാറ്റ് പ്രോസസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് along with increase in real per capita income, there is reduction in inequality, poverty, illiteracy and disease. ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തിലെ വർധനയോടുകൂടി അസമത്വം, ദാരിദ്ര്യം, നിരക്ഷരത, രോഗങ്ങൾ എന്നിവ കുറയുന്ന അവസ്ഥയെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ 9. വാട്ട് ഡു യു മീൻ ബൈ താരിഫ്. താരിഫ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ആൻസർ താരിഫ് ഈസ് എ ടാക്സ് ഓർ ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ട്സ്. ഇറക്കുമതിമേലുള്ള നികുതിയെയാണ് താരിഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.